ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അമ്മ ഇന്നലെ തലേ ദിവസം കൊണ്ടുവന്ന കല്ലുമ്മക്കായാണ്. അപ്പോൾ അതൊന്ന് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ പൊളന്ന് കിട്ടും കേട്ടോ. അപ്പോൾ മറ്റേ പാളി വെച്ച് നമുക്കതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് വൃത്തിയാക്കുന്ന രീതി, ബാക്കിൽ ഇതേപോലെ കുറച്ച് ഭാഗം ഉണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നാര് പോലെ ഉണ്ടാവും. നമ്മൾ ചെമ്മീനിലൊക്കെ ചെറിയൊരു നാര് കണ്ടിട്ടില്ല, അതേപോലെ നാരുണ്ടാവും. അതും ഇതേപോലെ എടുത്ത് കളയാം കേട്ടോ. പക്ഷേ ചില സൈഡിലൊക്കെ ഇത് എടുത്ത് കളയാതെയും കുക്ക് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനെ ചില സൈഡിൽ കക്കയെന്നും കടുക്കയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ കടുക്കയെന്നും പറയും, കല്ലുമ്മക്കായെന്നും പറയാറുണ്ട്. പക്ഷേ അത് തെക്കൻ സൈഡിലൊക്കെ ഇത് അധികവും കക്ക എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ക്ലീനാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒരു പരീക്ഷണമല്ലേ, നമുക്കും ചെയ്തു നോക്കാം. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കൊണ്ടുവന്നപ്പോൾ ഇത് തോനെ ഉണ്ടായിരുന്നു, പക്ഷെ പൊളിച്ച് വന്നപ്പോൾ ആകെ ഒരു കിണ്ണോളം ഉള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. രണ്ടാമത് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ സ്വല്പം ഉപ്പ്, ചേട്ടൻ വരട്ടെ, സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെന്താ ഇട്ട് കൊടുത്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമ്മാ കോൺഫ്ലവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈദപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതാ കുറച്ച് അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഒന്ന് ഊരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇല്ലാതെ എന്ത് പരിപാടിയില്ലേ. ഇനി കുറച്ച് ജസ്റ്റ് വെള്ളം നനച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ. എന്നിട്ട് അടുപ്പത്ത് പാൻ വെച്ച ശേഷം അത് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ കുറച്ചായിട്ട് അതിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ അതാ ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകത്തിരി പോലെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വടിച്ച് മൊത്തം അതിൽ തട്ടി കൊടുത്തു. അപ്പോൾ അത് ചെറുതായിട്ട് പൊട്ടിയൊക്കെ തെറിക്കും. അതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്നും ആരും പോയി നിൽക്കേണ്ട, കണ്ണുമൂക്കൊക്കെ പോവും. അപ്പം ഇതിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും വേവും. അപ്പോൾ അതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കനിമോളാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവൾ എടുത്തത് കറിവേപ്പിലായിരുന്നു. അങ്ങനെ അത് രണ്ടാമത്തെ നമ്മുടെ മെയിൻ ഐറ്റമായ കല്ലുമ്മക്കായ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അവളെ ചിരി കണ്ടാൽ അറിയാം അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അവൾ ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കായ കഴിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ അവൾ തോനെ കഴിച്ചപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല എന്ന് കരുതി എടുത്തുകൊണ്ട് പോകുന്ന നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി അവൾ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൾ വാരി കോരി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റെസിപ്പി അടിപൊളിയായെന്ന് അവിടെ കയ്പ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ.